നമ്മൾ മലയാളികൾക്ക് ചക്ക ഒരു വികാരം തന്നെയാണല്ലേ. നാട്ടിൽ നിന്നെല്ലാം മാറി നിൽക്കുമ്പോഴാണ് കേട്ടോ ചക്കയുടെയൊക്കെ വില അറിയുന്നത്. ഇനിയിപ്പോൾ ഞാനൊരു ചക്ക ഇടാനായിട്ടുള്ള ശ്രമത്തിലാണേ. ചക്ക ഒരുപാടുണ്ടെങ്കിലും ഇതിൽ മൂത്ത ചക്ക നോക്കി പറിക്കണമല്ലോ, അതെനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരുപാട് നേരത്തെ തെരച്ചിലിനൊടുവിൽ ഞാനിതേ ഒരു ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. മൂത്ത ചക്കയാണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും എൻ്റെ ചക്കപ്പുഴുക്ക് കഴിക്കാനുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ചക്ക പറിച്ചിട്ടുള്ളത്. പാറുക്കുട്ടിക്ക് ഇഷ്ടം പഴുത്ത ചക്കയാണേ. ഇത് നല്ല വരിക്ക ചക്കയാണ് കേട്ടോ. അപ്പോൾ അതേ ചക്കയെല്ലാം എടുത്ത് ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. ചക്കതേ നല്ല സേഫായി കാറിൽ വെച്ചിട്ടുണ്ടേ. നമ്മുടെ ഈ വേനലവധിക്കാലം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഈ ചക്കയും മാങ്ങയെല്ലാം ആണല്ലേ. എനിവേ ഞങ്ങൾ പോവായി. ചക്കതേ സേഫായി വീട്ടിലെത്തിച്ചിട്ടുണ്ടേ. ചക്ക വെച്ച് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചക്ക അട, ചക്ക പുഴുക്ക്, ചക്ക വരട്ടിയത്, ചക്ക വറുത്തത് തുടങ്ങി ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇതിലെല്ലാം എനിക്ക് സ്പെഷ്യൽ നമ്മുടെ ചക്കപ്പുഴുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ചക്ക വെട്ടാനായിട്ട് തുടങ്ങുകയാണേ. ചക്ക വെട്ടി വൃത്തിയാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു ഹെവി ടാസ്ക് തന്നെയാണ്. പക്ഷെ ചക്ക കഴിക്കുക എന്നുള്ള ആഗ്രഹമാണല്ലോ മെയിൻ. അപ്പോൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുക. ചക്ക വെട്ടുന്നതിൻ്റെ മുന്നേ നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കഴിയുമ്പോൾ പക്ഷെ നമ്മളെ കയ്യിൽ ഒട്ടില്ല കേട്ടോ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാനിത് ചക്ക നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേ. ഇതിൽ പകുതി ചക്ക മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാനിത് ചക്കച്ചുളയെല്ലാം പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ഇനി ഇത് ചെറുതായി അരിഞ്ഞെടുത്ത് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിത് കുക്ക് ചെയ്യാം. ചക്കച്ചുളകളെല്ലാം ഇതുപോലെ അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം തൊലി പൊളിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ഞാനിപ്പോൾ പോകുന്നത് വാഴേൻ്റെ ഇല എടുക്കാനാണേ. പുഴുക്ക് വെന്ത് കഴിയുമ്പോൾ വാഴേൻ്റെ ഇലയിൽ വിളമ്പി കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്കത് ഒരുപാട് ഇഷ്ടമാണ്. ഇതിനിടയിൽ വെന്ത് വന്ന ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ കുറച്ച് നല്ല ജീരകം, കറിവേപ്പിലയും മുളകും ചേർത്ത് ഒന്ന് ചതച്ചെടുത്തതാണ് ഇത്. അങ്ങനെ അരപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും പൊട്ടിച്ച് കറിവേപ്പിലയും ചേർത്ത് വറവിടുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഇത് ചീനച്ചട്ടിയെല്ലാം വെച്ച് വറവിട്ടിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ ആഗ്രഹിച്ച പോലെ നല്ല ടേസ്റ്റി ഹെൽത്തി ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ ഇതുപോലെ വാഴേണ്ടയിലേക്ക് ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ. ഇത് പല കോമ്പിനേഷനിൽ കഴിക്കും കേട്ടോ, മീൻ കറിയെല്ലാം ഒഴിച്ച്. പക്ഷേ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ ചക്ക വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബായ്.